കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ പാർട്ടി നടപടി നേരിട്ട ആൾ. നവീൻ ബാബു ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. നവീൻ ബാബു ADMന്റെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ, കളക്ടറേറ്റിലെ ചടങ്ങിൽ അവർ പി ദിവ്യ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോയി ചെയ്ത പ്രസംഗം അനുചിതമായി പോയി, ഉചിതമല്ല എന്ന് അന്ന് വീഡിയോ ചെയ്തവരാണ് ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ബോയ്സ്. ഇന്നും ഞങ്ങൾക്ക് ആ നിലപാടിൽ മാറ്റമില്ല. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ചെയ്യേണ്ടിയിരുന്നത് ഇത്തരം ഒരു പരാതി വന്നാൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുക. അതിന് പകരം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പി വന്ന് അങ്ങനെ പ്രസംഗിച്ചത്, അദ്ദേഹത്തെ ആക്ഷേപിച്ചത് ശരിയായില്ല, തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നൊക്കെയുള്ള ധാരാളം വാർത്തകൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നും ആ നിലപാടിൽ മാറ്റമില്ല. പി ദിവ്യ ഇത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നടപടിയെടുത്തു. അവരെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പി ദിവ്യയെ അവരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി പാർട്ടി. അതേപോലെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പാർട്ടിയും ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്തു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ഹർജി, കുടുംബത്തിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി. കേരള പോലീസ് അന്വേഷിച്ചാൽ മതി എന്നൊക്കെയുള്ള കേസിൻ്റെ നാൾവഴികൾ നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ ദിവസം പി ദിവ്യ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ ഇട്ടൊരു വീഡിയോ, അത് കണ്ണു തുറപ്പിക്കേണ്ടുന്ന ഒരു വീഡിയോ ആണ്. കാരണം അവർ അതിൽ പറയുന്നത്, കുറേ നാളുകളായി എൻ്റെ സുഹൃത്തുക്കൾ പാർട്ടിയിൽപ്പെട്ടവരൊക്കെ ചോദിക്കുന്നു, എന്തുകൊണ്ട് രംഗത്ത് വന്നിട്ട് ഒന്നും വിളിച്ചു പറയുന്നില്ല, പ്രതികരിക്കണം, അങ്ങനെ പലരും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വന്ന് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പി ദിവ്യ അവർക്ക് CPIMലെ ഒരു വനിതാ നേതാവെന്ന നിലയിൽ വളരെ രാഷ്ട്രീയ ഭാവിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു പി ദിവ്യ. പക്ഷേ മാധ്യമങ്ങളുടെ വേട്ടയാടൽ, അതാണ് ഞങ്ങൾ പറയുന്നത്. അവർ ചെയ്ത തെറ്റിനെ നമ്മൾ തെറ്റായിട്ട് തന്നെ പറയുമ്പോഴും മാധ്യമങ്ങൾ അവരെ വേട്ടയാടിയ രീതി, അതിനെതിരെയാണ് ഇപ്പോൾ അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഒരടിസ്ഥാനവുമില്ലാതെ എന്തും വന്നിരുന്ന് യൂട്യൂബിൽ പറയുക, ചില യൂട്യൂബർമാർ ചാനലിൽ വന്നിരുന്ന് തള്ളുക, ഒരു വസ്തുതയുമായിട്ടൊരു ബന്ധമില്ലാതെ ഒരാളുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുക. അതിലേക്കാണ് പി ദിവ്യ വിരൽ ചൂണ്ടുന്ന വളരെ നമ്മൾ കണ്ടിരിക്കേണ്ടുന്ന ഒരു വീഡിയോ ആണ്. അവർ അതിൽ പറയുന്നതിൻ്റെ ചുരുക്കം ഇത്രയുമാണ്. അവർ 23 തവണ വിദേശ യാത്ര നടത്തി, കള്ളപ്പണം വെളുപ്പിക്കാനും ബിനാമി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് 23 തവണ അവർ വിദേശയാത്ര നടത്തി എന്നാണ് ചില യൂട്യൂബ് ചാനലുകളും ജനം TV, മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ പടച്ചുവിട്ട കള്ളക്കഥകൾ. അതേപ്പറ്റിയാണ് അവർ വീഡിയോയിൽ സംസാരിക്കുന്നത്. അവർ പറയുന്നു, ഏത് വിദേശയാത്ര നടത്തിയാൽ നമ്മുടെ പാസ്പോർട്ടിൽ ഇന്ന രാജ്യത്തേക്ക് പോയി എന്ന് തെളിവുണ്ട്. ഞാൻ 23 തവണ വിദേശയാത്ര നടത്തിയോ എന്ന് എൻ്റെ പാസ്പോർട്ട് നോക്കി ആർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരടിസ്ഥാനവും ഇല്ലാതെ ഞാൻ 23 വിദേശയാത്ര നടത്തിയെന്ന് ചില യൂട്യൂബർമാരും ചില ചാനലുകളും ഒക്കെ വാർത്ത കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഞാൻ അതുകൊണ്ട് അവർക്കെതിരെ, അവർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അവർക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കും എന്നാണ് പി ദിവ്യ പറയുന്നത്. സത്യം എന്താണ്? അവർ വെളിപ്പെടുത്തുന്നു, എൻ്റെ പാസ്പോർട്ട് ആർക്കും പരിശോധിക്കാം. ഞാൻ 2 തവണ മാത്രമാണ് 4 വർഷക്കാലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കെ 4 വർഷക്കാലത്ത് 2 തവണ മാത്രമാണ് ഞാൻ വിദേശയാത്ര നടത്തിയത്. 2 തവണ. അത് 2 തവണയുള്ള യാത്ര പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോട്. അതിൽ യാത്ര 1 ദുബായിൽ KMCCയുടെ ഒരു മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന KMCCയുടെ ദുബായിലെ, കണ്ണൂർ ഘടകത്തിന്റെ ദുബായിലെ ചടങ്ങിലേക്ക് അവർ വിളിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ പി ദിവ്യ എന്ന് പറഞ്ഞ എന്നെ വിളിച്ചിട്ട് പാർട്ടി അനുമതിയില്ലാതെ പോകാൻ പറ്റില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ, കാരണം അവർ ജില്ലാ കമ്മിറ്റി അംഗമാണ്, അതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടാണ് KMCCയുടെ പരിപാടിക്ക് ദുബായിൽ പി ദിവ്യ ആദ്യം പോകുന്ന വിദേശയാത്ര. 2, കണ്ണൂർ ജില്ലയിലെ വ്യവസായ സംരംഭകർ ദുബായിൽ നടത്തിയ ഒരു മീറ്റിങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഞാനതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ക്ഷണിച്ചു. അതിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയിട്ടാണ് ഞാൻ വിദേശത്ത് ദുബായിൽ പോയത്. ഇതല്ലാതെ ഞാൻ 23 വിദേശയാത്രകളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ വെറുതെ നുണകൾ മാത്രം പടച്ചുവിടുക, എന്നിട്ട് അത് സത്യമാണെന്ന് വായനക്കാരെ, പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുക. സത്യം എവിടെ കിടക്കുന്നു? അപ്പോൾ വളരെ വേദനയോടാണ് പി ദിവ്യ ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്.
അപ്പൊ അവർക്കെതിരെയുള്ള ഞങ്ങളുടെ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല. അവർ വന്ന് അങ്ങനെ നവീൻ ബാബുവിന്റെ യോഗത്തിൽ സംസാരിച്ച രീതി ശരിയായില്ല. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടും അന്നത്തെ നിലപാടും. പാർട്ടി അത് തിരിച്ചറിഞ്ഞ് പാർട്ടി അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തു. അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വെറും ബ്രാഞ്ചിലെ ഏറ്റവും താഴത്തെ ഘടകമായ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അവർ അംഗീകരിച്ചു ആ പാർട്ടി തീരുമാനം. പക്ഷേ ഇതിന്റെ പേരിൽ എന്ത് നുണയും പറയാമെന്ന് ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ യൂട്യൂബുകളും അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇതിനകത്ത് മാധ്യമധർമ്മം എന്ത് നിങ്ങൾ കാണിക്കുന്നു? ഇത് നെറികേടാണ്, വേട്ടയാടലാണ്. ആരായിക്കോട്ടെ, ഒരു കോൺഗ്രസ് നേതാവോ ഒരു BJP നേതാവോ വനിത അല്ലെങ്കിൽ ഒരു CPM നേതാവോ എന്ന് പറഞ്ഞു വേർതിരിവ് ഇപ്പൊ അവര് പറയുന്നുണ്ട് വീഡിയോയിൽ. എന്താന്ന് വെച്ചാല് ഞാൻ CPIMലെ ഒരു വനിതാ പ്രവർത്തകയായി പോയി, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്. എന്റെ സ്ഥാനത്ത് BJPയിലെയോ കോൺഗ്രസിലെയോ ഒരു വനിതാ നേതാവാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ വേട്ടയാടുമോ? അവർ ചോദിക്കുന്നത് PP ചോദിക്കുന്ന വളരെ ന്യായമായൊരു ചോദ്യമാണ്. CPIMലാണെങ്കിൽ ഒരു വനിത നേതാവിനെ വേട്ടയാടുക. നിങ്ങൾ വാർത്തകൾ കൊടുത്തു, സത്യസന്ധമായ വാർത്തകൾ കൊടുത്തു. ഇത്രയും ശുദ്ധ നുണകള് വന്നിരുന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നാണ് ദിവ്യ ചോദിക്കുന്നത്. വിട്ടുകൊടുക്കാൻ പറ്റൂല. അതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. വന്നിരുന്ന് വായി തോന്നുന്നത് പറയാനുള്ളതല്ല യൂട്യൂബും അല്ലെങ്കിൽ പിന്നെ ചാനലുകളും, മുഖ്യധാരാ മാധ്യമങ്ങൾ ചാനലുകളും ഒക്കെ. വസ്തുതകൾ അന്വേഷിച്ചിട്ട് അതിന്റെ സത്യം കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ആ പക്ഷത്താണ് ഞങ്ങൾ ഈ ലെഫ്റ്റ് റൈറ്റ് വോയിസ്. അതുകൊണ്ട് ഇവർക്കെതിരെ നിയമ നടപടി തന്നെ സ്വീകരിക്കണം. അതിന് PP ദിവ്യയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളും പ്രഖ്യാപിക്കുകയാണ്.